ഉദ്യോഗാർത്ഥികൾക്കും ഗെയിനോളജി മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫെബ്രുവരി 18-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സുകളാണ് ലാസ്റ്റ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സുകളെല്ലാം നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ജനുവരി 1 മുതലും കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നവംബർ 1 മുതലും അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫെബ്രുവരി 19 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിലെ ആനുകാലിക സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് രേഖാ ഗുപ്ത. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത. ഡൽഹിയിൽ വനിതയായിട്ട് വരുന്ന 4ാമത്തെ മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് രേഖാ ഗുപ്ത. അപ്പോൾ ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയും കൂടിയാണ് രേഖാ ഗുപ്ത. മുമ്പ് സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, ദീപി എന്നിവരൊക്കെ ആയിരുന്നു അവിടെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ള വനിതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി ആരാണ്? രേഖാ ഗുപ്ത. ഓക്കെ, അപ്പോൾ അടുത്തൊരു പോയിന്റ് ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് അന്തർ സിംഗ് ആര്യ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? അന്തർ സിംഗ് ആര്യ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ 22ാമത് സ്ഥാപക ദിനമായിരുന്നു 19 ഫെബ്രുവരി. ഫെബ്രുവരി 19-ാം തീയതി ആയിരുന്നു ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ 22ാമത് സ്ഥാപക ദിനം ആഘോഷിച്ചത്. അതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാം, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? അന്തർ സിംഗ് ആര്യ. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന്റെ മെയിൻ വേദി എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. പിന്നെ ഇന്ത്യയുടെ മത്സരങ്ങൾ പാകിസ്ഥാൻ നടത്താറുള്ളത് ദുബായിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദികൾ പാകിസ്ഥാനും ദുബായുമാണ്. മെയിൻ വേദി പാകിസ്ഥാനാണ്. അതുപോലെ മറ്റൊരു പ്രധാന പോയിന്റ് ആണ് കേരളത്തിൽ ഖരമാലിന്യത്തിന്റെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് പാലക്കാടാണ്. പാലക്കാട്. അപ്പോൾ കേരളത്തിൽ ഖരമാലിന്യത്തിന്റെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? പാലക്കാട്. പാലക്കാട്. അതുപോലെ എലോൺ മസ്കിന്റെ ഒരു സ്ഥാപനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ടെസ്ല. ലേറ്റസ്റ്റ് നടന്ന പരീക്ഷകളിലും എലോൺ മസ്കിന്റെ സ്ഥാപനങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങാൻ ഒരുങ്ങുന്ന എലോൺ മസ്കിന്റെ വൈദ്യുത കാർ നിർമ്മാണ കമ്പനിയുടെ പേരാണ് ടെസ്ല. അപ്പോൾ ടെസ്ല ഇന്ത്യയിൽ ഇലക്ട്രിക് കാറിന്റെ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങാൻ ഒരുങ്ങുന്ന എലോൺ മസ്കിന്റെ വൈദ്യുത കാർ നിർമ്മാണ കമ്പനിയുടെ പേരാണ് ടെസ്ല. അതുപോലെ നമ്മൾ ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഓരോ മന്ത്രിമാരെയൊക്കെ പരിചയപ്പെടാറുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രൊഫസർ ആർ ബിന്ദു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? പ്രൊഫസർ ആർ ബിന്ദു ആണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അതുപോലെ ഫെബ്രുവരി 20-ന്റെ ഒരു പ്രത്യേകത ലോക സാമൂഹിക നീതി ദിനം. ലോക സാമൂഹിക നീതി ദിനം എന്നാണ്? ഫെബ്രുവരി 20. ലോക സാമൂഹിക നീതി ദിനമാണ് ഫെബ്രുവരി 20. ലോക സാമൂഹിക നീതി ദിനം ഫെബ്രുവരി 20. അതായത് നീതിയുക്തമായ ലോകത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും നേരിടാനുമായിട്ട് 2007 മുതലാണ് ഐക്യരാഷ്ട്രസഭ ഈ ഒരു ദിനാചരണം കൊണ്ടുവരുന്നത്. അപ്പോൾ ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനം. അതായത് സാമൂഹിക അസമത്വം പരിഹരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയങ്ങൾ രൂപീകരിക്കുക എന്നതൊക്കെയാണ് ഇത്തവണത്തെ ഈ ഒരു ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഫെബ്രുവരി 20 എന്താണ്? ലോക സാമൂഹിക നീതി ദിനം. അതുപോലെ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടാം. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് അനന്ത നാഗേശ്വരൻ. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ പേര് അനന്ത നാഗേശ്വരൻ. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് അനന്ത നാഗേശ്വരൻ. അതുപോലെ ഫെബ്രുവരി 21-ന്റെ ഒരു പ്രത്യേകതയാണ് ലോക മാതൃഭാഷാ ദിനം. ലോക മാതൃഭാഷാ ദിനം എന്നാണ്? ഫെബ്രുവരി 21. ലോകമെമ്പാടുമുള്ള മാതൃഭാഷകളുടെ പ്രാധാന്യം, സംരക്ഷണം, പ്രോത്സാഹനം ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് 2000 മുതലാണ് ലോക മാതൃഭാഷാ ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ലോക മാതൃഭാഷാ ദിനം എന്നാണ്? ഫെബ്രുവരി 21. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ രജത ജൂബിലി ആഘോഷം എന്നതാണ് ഈ വർഷത്തെ ലോക മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. അതുപോലെ നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു പ്രധാന പരിപാടിയാണ് നയനാമൃതം. നയനാമൃതം. അപ്പോൾ കേരള സർക്കാർ ആരംഭിച്ച നേത്രരോഗ പരിശോധന പരിപാടിയാണ് നയനാമൃതം എന്ന് പറയുന്നത്. അതിന്റെ 2ാമത്തെ എഡിഷൻ നയനാമൃതം 2.0 ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അതായത്
പ്രമേഹം കാരണം ഉണ്ടാകുന്ന റെറ്റിനോപ്പതി, ഗ്ലോക്കോമ, പിന്നെ പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന മാക്യുലർ ഡീജനറേഷൻ എന്നീ രോഗങ്ങളെയൊക്കെ കണ്ടെത്താനായിട്ട് നടത്തുന്ന ഒരു പരിശോധനാ പരിപാടിയാണ് നയനാമൃതം. ഇപ്പോൾ കേരള സർക്കാർ ആരംഭിച്ച നേത്രരോഗ പരിശോധന പരിപാടിയാണ് നയനാമൃതം. അപ്പോൾ നയനാമൃതം 2.0 ആണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഇത്തവണത്തെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ AI ഉപയോഗിച്ചുകൊണ്ട് കണ്ണ് സ്ക്രീൻ ചെയ്ത് രോഗം കണ്ടെത്താനുള്ള ഒരു പദ്ധതിയാണ് നയനാമൃതം 2.0. അപ്പോൾ രാജ്യത്ത് തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ AIയുടെ സഹായത്തോടു കൂടി കണ്ണ് സ്ക്രീൻ ചെയ്ത് രോഗം കണ്ടെത്താനുള്ള പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ നയനാമൃതം 2.0 പ്രത്യേകതയാണ് AIയുടെ സഹായത്തോടു കൂടി കണ്ണ് സ്ക്രീൻ ചെയ്ത് രോഗം നിർണ്ണയിക്കുന്നത്. അപ്പോൾ റെറ്റിനോപ്പതി, ഗ്ലോക്കോമ, പിന്നെ മാക്യുലർ ഡീജനറേഷൻ എന്നീ രോഗങ്ങളെയൊക്കെ കണ്ടെത്താനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ഒരു നേത്രരോഗ പരിശോധന പരിപാടിയാണ് നയനാമൃതം. നയനാമൃതം 2.0 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 3-4 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫെബ്രുവരി 22 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ കണ്ടു. ബാക്കി ദിവസങ്ങളിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതി പഠിക്കുക. ഓരോ പരീക്ഷകളിലെല്ലാം നിങ്ങൾക്കറിയാം കറണ്ട് അഫയേഴ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഗെയിൻ നോളജ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ നമ്മൾ ലഭ്യമാക്കുന്നത് സിലബസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ മാത്രമാണ്. അനാവശ്യമായിട്ടുള്ള ഒന്നും ചെയ്യിക്കുന്നില്ല. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ സിലബസുമായി കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിലൂടെ ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് ഇപ്പം വീഡിയോ ക്ലാസ്സുകൾ കാണാൻ നമ്മൾ ഓരോ ദിവസത്തെ 2-3 ദിവസം കൂടുമ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് കാണാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഓരോ മാസം പൂർത്തിയാകുമ്പോൾ ബുക്ക് പുറത്തിറക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന അത്രയും ടോപ്പിക്കുകൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെയാണ് അതിനകത്ത് ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജനുവരി റിലീസ് ആയിട്ടുണ്ട്, ഫെബ്രുവരിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിലീസ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ മിഷൻ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മുടെ റെഗുലർ കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ കോഴ്സും എല്ലാം ഏകദേശം പകുതി പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ മെയ് മാസം നടക്കാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ, നമുക്കറിയാം +2 ക്വാളിഫിക്കേഷൻ വരുന്ന പരീക്ഷയാണ്. അതിനുശേഷം CPOയുടെ പരീക്ഷയും നമുക്കുണ്ട്. അപ്പോൾ ഈ 2 പരീക്ഷകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 യൂണിഫോം പോസ്റ്റാണ്. രണ്ടിനും 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സബ്ജക്റ്റും വരുന്നുണ്ട്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ, പക്ഷെ രണ്ടിനും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 20 മാർക്ക് വീതം. രണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെ, സെപ്പറേറ്റ് തന്നെയാണ്. അപ്പോൾ രണ്ടിനും 20 മാർക്ക് വീതമുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുണ്ട്. എന്തായാലും +2 യോഗ്യതയുള്ള ഒരുപാട് ആൾക്കാർ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെത് മാർച്ച് 17-ാം തീയതി മുതൽ രാവിലെ 6 മണി മുതൽ 7 മണി അല്ലെങ്കിൽ 7:30 വരെയുള്ള സമയത്തായിരിക്കും ക്ലാസ്സുകൾ വരിക. CPOയുടെ ക്ലാസ്സുകളാണെങ്കിൽ ഏപ്രിൽ 7 മുതൽ രാത്രി 10 മുതൽ 11 മണി വരെയുള്ള സമയത്തായിരിക്കും ക്ലാസ്സുകൾ ആരംഭം ചെയ്യുക. ഓക്കെ, അപ്പോൾ 20 മാർക്കിന്റെ ആ മുഴുവൻ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. പരിചയസമ്പന്നരായ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒരുപാട് പേർക്കൊന്നും അഡ്മിഷൻ ഇല്ല. നമ്മൾ റെഗുലർ കോഴ്സുകളിൽ സാധാരണ 20 മുതൽ 25 പേർക്ക് വരെ നമ്മൾ അഡ്മിഷൻ കൊടുക്കുക. ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സിലേക്ക് മാക്സിമം 30 പേർക്കായിരിക്കും അഡ്മിഷൻ നമ്മൾ കൊടുക്കുക. അതിൽ കൂടുതൽ അഡ്മിഷൻ നമ്മൾ അങ്ങോട്ട് എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത ദിവസം മുതൽ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അത് ഫോളോ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ഡെയിലിയുള്ള കറണ്ട് അഫയേഴ്സുകൾ ഫോളോ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, പഠിക്കാൻ പരീക്ഷയ്ക്ക് സഹായമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ലഭ്യമാകുന്നതായിരിക്കും. മുഴുവനൊന്നും പാഠഭാഗങ്ങൾ പറ്റില്ല, കാരണം നമ്മളത് ക്ലാസ്സുകളിൽ തന്നെ എടുത്തു പോകുന്നതാണ്. അതുകൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്യാത്തതും ഇനി പഠിപ്പിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കറണ്ട് അഫയേഴ്സുകൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ആയിരിക്കും ലഭ്യമാകും. ഇത് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും. താങ്ക് യു.